മറ്റൊരു വാർത്തയിലേക്ക്. മുള്ളൂർക്കര മനപ്പടിയിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളും ഫ്ലക്സും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിച്ചുമാറ്റി. സ്ഥലത്ത് വാക്കുതർക്കം നടക്കുകയാണ്. വിപിൻ സി വിജയൻ മുള്ളൂർക്കരയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. വിപിൻ, എന്താണ് മുള്ളൂർക്കരയിലെ പ്രശ്നം? ഗോപികൃഷ്ണൻ, മുള്ളൂർക്കര മനപ്പടി, ആറ്റൂർ മനപ്പടി എന്ന പ്രദേശത്ത് 3 ബൂത്തുകളാണുള്ളത്. 141, 42, 43 ഇങ്ങനെ 3 ബൂത്തുകളാണുള്ളത്. അത് ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം അപ്പുറത്താണ് ആ ബൂത്തുകളുള്ളത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശത്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ലിപ്പ് കൊടുക്കുന്ന താൽക്കാലികമായിട്ടുള്ള ബൂത്തുകൾ, ഓരോ രാഷ്ട്രീയ പാർട്ടികളുമുള്ള ബൂത്തുകൾ ഉണ്ടായിരുന്നത്. ഇതാണിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന തോരണങ്ങളും ഫ്ലെക്സുകളും അഴിച്ചു മാറ്റിയിരിക്കുന്നത്. ഇത് അഴിച്ചു മാറ്റുന്നതിന് വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ ഒരു വാക്കുതർക്കം വലിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കം തന്നെ ഉണ്ടായത്. ഇതൊരു പൊതുസ്ഥലത്താണ്, അതുകൊണ്ടാണ് ഇത് അഴിച്ചു മാറ്റുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത്. ഇതിപ്പോൾ ഇവിടെ ഒരു നിൽക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത് എന്നുള്ളതും ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നുള്ളതുമാണ് LDF-ന്റെയും UDF-ന്റെയും ഒരുപോലെയുള്ള പരാതി ഉണ്ടായിരുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഇതായിരുന്നു UDF-ന്റെ ഓഫീസ്. ഒപ്പം തന്നെ അപ്പുറത്തായിരുന്നു ഈ സ്ലിപ്പ് കൊടുക്കുന്ന ബൂത്ത് LDF-ന്റേതും ഉണ്ടായിരുന്നത്. LDF-ന്റേത് പൂർണ്ണമായും എടുത്തു മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ തോരണങ്ങളും ഫ്ലെക്സും ഉണ്ടായിരുന്നു, എല്ലാ പൊതുസ്ഥലത്തും ഉള്ളതുപോലെ തന്നെ. പക്ഷേ ഇവിടെ ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അഴിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു BJP-ക്കാരാണ് ഇതിന് പരാതി കൊടുത്തത് എന്നുള്ളതും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അഴിച്ചു മാറ്റിയത് എന്നുള്ളതുമാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സമാധാനപരമായി ഇവിടെ നമ്മൾ ബൂത്ത് ഓഫീസ് കെട്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഒരു BJP-കാരുണ്ട്. അവർ ഇന്ന് പുലർച്ചെ 5 മണിക്ക് ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോയിട്ട് അതിന്റെ പരാതിയുടെ പുറത്ത് വന്നിട്ടുള്ള പ്രശ്നമാണ് ഇവിടെ. ഇവിടെ ഈ ഇവിടുത്തെ മാഷാണ് കിട്ടിയതുകൊണ്ട് മാത്രം പൊളിച്ചു മാറ്റിയിട്ടുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, കോൺഗ്രസ് എന്നോ മാർക്സിസ്റ്റ് എന്നോ ഭേദമില്ലാതെ ഒരു ബൂത്തിൽ നിന്ന് പരസ്പരം ഭക്ഷണ സാധനങ്ങൾ വരെ സഹകരിച്ച് കഴിക്കുന്നവരാ. എന്തൊക്കെ പ്രശ്നങ്ങൾ, ഒരു ചെറിയ ഇഷ്യൂ കഴിഞ്ഞ പ്രാവശ്യം ഈ വ്യക്തി ഉണ്ടാക്കിയിട്ടും ഈ വ്യക്തി ഒരു BJP പാർട്ടിയുടെ വക്താവായിട്ട് ആറ്റൂരിന്റെ സൗഹൃദം കളയാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വിടുപടി ചെയ്യാണ്. ആ തൊഴിൽ ചെയ്ത ആറ്റൂരിന്റെ സാഹോദര്യം കളഞ്ഞുകൊണ്ട് ഇതാണ് ഇവരുടെ പരാതി ഉള്ളത്. ഇവിടുത്തെ ഒരു മതേതരത്വം അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ സൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായിട്ട് പെരുമാറി എന്നുള്ളതുമാണ് നിലവിലെ പരാതി. ഇപ്പോൾ സമാധാന അന്തരീക്ഷം തന്നെയാണ്. വിപിൻ സി വിജയനാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. മുള്ളൂർക്കരയിലാണ് മനപ്പടിയിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളും ഫ്ലക്സും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിച്ചു മാറ്റിയത്. സ്ഥലത്ത് അതിന്റെ പേരിൽ വാക്കുതർക്കം നടക്കുന്നു. അതിൽ ഒരു കനത്ത രോഷം പ്രകടിപ്പിക്കുകയാണ് നാട്ടുകാർ.